13ാമത്തെ യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഷെഡ്യൂൾ 7 പറഞ്ഞ പിന്നെ CSR ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് അവരുടെ ഫണ്ട് CSR വേണ്ടി ചിലവഴിക്കുമ്പോൾ എന്തെല്ലാം ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവഴിക്കാം. സമൂഹത്തിൻ്റെ നന്മക്ക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തീർക്കല്ലേ അവർ. സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ചിലവഴിക്കാം എന്ന് പറയണം. അപ്പോൾ ഷെഡ്യൂൾ 7 പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റീസ് പറയുകയാണ് ഈ ഒരു യൂണിറ്റിൽ. അത്രമാത്രമാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസിന് ഫണ്ട് ചിലവഴിക്കാം. These activities specified in Schedule 7 as the activities which may be included in companies their corporate social responsibility policy. അവർക്ക് അവരുടെ CSR പോളിസി നടപ്പിലെത്തുമ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി പണം ചിലവഴിക്കാം. ഒന്ന്, ഇവിടുത്തെ പോവർട്ടി, അതേപോലെ പിന്നെ ഇവിടെ വിശക്കുന്ന ആൾക്കാർ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, വിശപ്പില്ലാതാക്കാൻ, എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷന്, ജെൻഡർ ഇക്വാലിറ്റി, പ്രത്യേകിച്ചും വിമൺ എംപവർമെൻറ്റിന്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റി, അതിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാം. രാജ്യത്തിൻ്റെ നാഷണൽ ഹെറിറ്റേജ്, നമ്മുടെ പൈതൃകവും കൾച്ചറിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അപ്പോൾ അധികം പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയൊക്കെ ഉണ്ട്, അത് അതൊക്കെ നന്നാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പൈതൃകം സംരക്ഷിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ആംഡ് ഫോഴ്സിൻ്റെ അവരുടെ ബെനഫിറ്റ്സിനും, അതേപോലെ യുദ്ധത്തിലൊക്കെ മരിച്ച ആളുകളുടെ ഭാര്യമാരുണ്ടാവുമല്ലോ, അവരുടെ ഡിപ്പെൻഡൻസ്, അവരുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് ഉപയോഗിക്കാം. പിന്നെ ഗ്രാമപ്രദേശത്തുള്ള സ്പോർട്സിൻ്റെ ട്രെയിനിങ്ങും, അതേപോലെ തന്നെ നാഷണൽ അംഗീകരിച്ച സ്പോർട്സുകൾ, ഒളിമ്പിക്സ്, ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോളോ കാര്യമൊക്കെ നടക്കുമ്പോൾ പല സ്ഥാപനങ്ങളും വലിയ ട്രോഫികളൊക്കെ ഓഫർ ചെയ്യും, 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെയൊക്കെ. അതൊക്കെ അവരുടെ CSR ഫണ്ടുകളാണ്. പിന്നെ സോഷ്യൽ ബിസിനസ് പ്രൊജക്റ്റ്, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടുകൾ, നമ്മളെ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ, അതായത് നമ്മൾ ചീഫ് മിനിസ്റ്റർ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ പണ്ട് ആ കൊറോണയും അതുപോലെ ഫ്ലഡൊക്കെ ഉള്ള സമയത്ത് ആളുകൾ സംഭാവന ചെയ്തിരുന്നല്ലോ. അങ്ങനെ ഇതുപോലെ സെൻട്രലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന അങ്ങനത്തെ പല റിലീഫ് പദ്ധതികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാസ്റ്റുകളിലെ SC/ST ടീമിൻ്റെ, ട്രൈബുകളുടെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സുകളുടെ, മൈനോറിറ്റീസിൻ്റെ, വുമൻ്റെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് ഫണ്ട് ചിലവഴിക്കും. അതുപോലെ തന്നെ നിയമത്തിൽ പറഞ്ഞ, നമ്മൾ ലോയിൽ പറഞ്ഞ ചില പ്രത്യേക പിന്നെ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സമൂഹത്തിൻ്റെ ബാക്ക്വേർഡുള്ള ടീമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അവർക്ക് കൊണ്ട് പറ്റും. റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അതുപോലെ സ്ലം ഏരിയൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ആക്ടിവിറ്റീസ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരു കമ്പനിക്ക് അവരുടെ CSR ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഷെഡ്യൂൾ 7 പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഇതിൽ പഠിക്കാൻ CSR കമ്മിറ്റി അല്ലെങ്കിൽ CSR ബോർഡ് ഉണ്ടല്ലോ. അപ്പോൾ CSR ബോർഡിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്ന് അർത്ഥം. തൊട്ട് മേലത്തെ യൂണിറ്റുകളിൽ CSR ബോർഡിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിരുന്നല്ലോ. ഒന്ന്, കമ്പനി ഉണ്ടാക്കുന്ന CSR സ്ട്രാറ്റജികൾ അത് അപ്രൂവ് ചെയ്യുക. CSR ബഡ്ജറ്റിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാവും, ഈ ഫണ്ട് എന്തിനു ചിലവഴിക്കണോ, എത്ര ഫണ്ട് ഉണ്ടെന്നുള്ളതൊക്കെ അതിനൊക്കെ അപ്രൂവ് ചെയ്യാം. അതുപോലെ ബിസിനസ്സിൻ്റെ ഈ പ്ലാനുകൾ അതിനെ അസസ് ചെയ്യുക. ബിസിനസ്സിൻ്റെ പെർഫോമൻസും അതുപോലെ മാനേജിൻ്റെ പെർഫോമൻസും, അതൊക്കെ ബിസിനസ്സിൻ്റെ എത്രത്തോളം സസ്റ്റൈനബിളായിട്ടാണ് ബിസിനസ് പോകുന്നത് എന്നൊക്കെ അസസ് ചെയ്യുക. അതിനൊക്കെ എന്താ പറയുക, അളക്കുക അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുക എന്നൊക്കെ അർത്ഥം. അതുപോലെ കൃത്യമായ കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചറുകളുണ്ട്. നമ്മൾ മുൻകഴിഞ്ഞ പല നമ്മുടെ സബ്ജക്റ്റുകൾ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കോർപ്പറേറ്റ് ഗവേണിംഗ് സ്ട്രക്ചർ, ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എങ്ങനെ ഭരിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് സ്ട്രക്ചറുണ്ട്. ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചാണ്, അതായത് അതിലുള്ള എംപ്ലോയീസിനും അതിൻ്റെ സ്റ്റോക്ക് ഹോൾഡേഴ്സിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിൽ കൊണ്ടുപോകണം എന്നർത്ഥം. അക്കൗണ്ടബിലിറ്റി, അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാണല്ലോ. ആ രൂപത്തിലാണ് കമ്പനി പോകുന്നതൊക്കെ ഉറപ്പ് വരുത്തുക. ഇതൊക്കെ നമ്മൾ തൊട്ടുമുമ്പത്തെ യൂണിറ്റ് പറയുന്ന ഒരു CSR ബോർഡിൻ്റെ ഫംഗ്ഷനാണ്. അവിടെ തന്നെ CSRൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യമാണ് മനസ്സിലാക്കാണ്ടുള്ളത്.